രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രമുഖ നേതാക്കളെല്ലാം രംഗത്ത് വരികയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം രമേശ് ചെന്നിത്തലയാണ് പറഞ്ഞിരിക്കുന്നത് എത്രയും വേഗം രാജിവെക്കണമെന്നാണ്. അങ്ങനെ പാർട്ടിയിൽ രാഹുൽ മാങ്കൂട്ടം ഒറ്റപ്പെടുകയാണല്ലോ. അല്ല, ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായ കാര്യമല്ലേ. ഇതൊന്നും ഇത്രയും ദിവസം തന്നെ നീണ്ടുപോകേണ്ട ആവശ്യമില്ല. സംഭവം നടന്ന അന്ന് തന്നെ വൈകുന്നേരം എഴുതി വാങ്ങിപ്പിക്കണം. അതാണ് വേണ്ടത്. എങ്കിൽ കോൺഗ്രസിന് മുഖം രക്ഷപ്പെടുത്താമായിരുന്നു. ഇനിയിപ്പോൾ നോക്കിക്കേ, ഈ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നയാളല്ലേ പാലക്കാട്. ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസ്സിന് വിജയം കിട്ടിയതല്ലേ. വെറും വിജയമല്ല, എല്ലായിടങ്ങളിലും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. പുതുപ്പള്ളിയിലായാലും, അത് പുതുപ്പള്ളിയിലൊക്കെ വേറൊരു ഉമ്മൻചാണ്ടിയോടുള്ള ഒരു സ്നേഹവായ്പാണ്. പിന്നെ തൃക്കാക്കരയിലായാലും, ചേലക്കര തോറ്റുവെങ്കിൽ പോലും പ്രതിപക്ഷ CPM വോട്ട് കുറയ്ക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ നിലമ്പൂരിലാണ് ഏറ്റവും അവസാനം കിട്ടിയ അവരുടെ ഒരു ഊർജം എന്ന് പറയുന്നത്. അത് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഇത് ഇവർക്കറിയാം, ചെന്നിത്തലയ്ക്ക് കാര്യങ്ങൾ അറിയാം. ഈ പോക്കാണെന്നുണ്ടെങ്കിൽ ഇതിന് 26ലേക്ക് ഒരു സാധ്യതയുമില്ലാത്ത രീതിയിൽ പോകും. കാരണം അത് മാത്രമാണോ, അതോ VD സതീശന്റെ വലങ്കായി നിൽക്കുന്ന രാഹുലിനിട്ടൊരു പണി ഇരിക്കട്ടെ? അതുമുണ്ട്. കാരണം VD സതീശന്റെ ആൾക്കാർ തന്നെയാണ് ഈ പുതിയ ജനറേഷൻ നല്ലത് തന്നെയാണ്. അതൊക്കെ വരേണ്ട സമയം തന്നെ വൈകിപ്പോയി, അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ടാണ് പോക്കെന്നുണ്ടെങ്കിൽ അവരെ ജനപ്രതിനിധി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനമൊന്നും പോയതുകൊണ്ടൊന്നും ആർക്കാ, എത്ര പേർക്കറിയാം ഇത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത്? അതിനേക്കാൾ വിലപ്പെട്ട കാര്യമല്ലേ ഒരു മണ്ഡലത്തിന്റെ മുഴുവൻ ജനങ്ങളുടെ പ്രതിനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിയമസഭയിൽ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ഇരിക്കേണ്ട ആളല്ലേ. എന്നിട്ട് ഇങ്ങനെ ഇത്തരത്തിൽ വിളയാടിയിട്ടാണോ വന്നിരിക്കുന്നത്? ഒരു സദാചാര ബോധം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലേ? കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ CPMന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് തീവ്രത കൂടിയത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇതിന് വലിയ ഒരു ആലോചനയുടെ ഒന്നും ആവശ്യമില്ല. ഹൈക്കമാൻഡിൽ നിന്ന് ഇനിയും തീരുമാനം വരണം, ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് പഠിക്കാൻ ആൾ വരണം, ഇതൊന്നും ആവശ്യമില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഇവരുടെ മുഖം രക്ഷിക്കാനും ഇവരുടെ പ്രതീക്ഷ അസ്തമിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ രാജി ഇനിയെങ്കിലും വൈകിപ്പിക്കാതെ വാങ്ങുക എന്നുള്ളതാണ്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ്. അല്ലെങ്കിൽ ഇവരുടെ മുഴുവൻ ഇമേജും തകർന്ന് തരിപ്പണമാകത്തില്ലേ. ഇപ്പോൾ അവരുടെ ഒരു കണക്കുകൂട്ടൽ ഉണ്ട്. വിജയം ഉറപ്പാണ്. കാരണം കേരളത്തിൽ അതിശക്തമായിട്ടൊരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്, അതുകൊണ്ടേറെ സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. പക്ഷെ അതിനോടൊപ്പം കേരളത്തിൽ BJP സീറ്റ് പിടിക്കുമെന്ന് കൃത്യമായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. അപ്പോൾ UDFന്റെ കാര്യമൊക്കെ തന്നെ പ്രത്യേകിച്ച് ഈ പാലക്കാട് ജില്ലയിൽ തന്നെ ഈ മണ്ഡലം രാഹുലിനെതിരെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന BJP ആണല്ലോ. അതെ, അവർക്ക് അനുകൂലമായിട്ട് മാറുകയും ചെയ്യുന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി നോക്കണം. UDFലെ ഘടകകക്ഷികൾ അതൃപ്തരാണ്. അവർ ഈ പോക്കില് വല്ലാതെ അതിനകത്ത് പ്രതിഷേധം രേഖപ്പെടുത്തും. അവര് ഇപ്പോൾ അഭിപ്രായം ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗാണ് 2026 അധികാരത്തിൽ വരണമെന്ന് ഏറെ കിണഞ്ഞ് പരിശ്രമിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ലീഗാണ്. നിലമ്പൂരിൽ അവരായിരുന്നല്ലോ, അവരുടെ അധ്വാനമാണ് ഫലം കണ്ടത്. പക്ഷേ അവരിതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അത് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്ന് കെട്ടടങ്ങുമോ എന്ന് നോക്കുന്നു. അത് കഴിയുമ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും വരുന്നു. ഇവിടെ എങ്ങനെയാണ് ഫലം വന്നു പോകുന്നത് എന്നുള്ളത് നോക്കാം. പിന്നെ ഇതിനേക്കാളും വലിയ വിവാദത്തിൽ നിന്നിട്ടുള്ളതാണ് മുസ്ലിം ലീഗിൽ ഐസ്ക്രീം കേസ്. അല്ല, അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി. കുഞ്ഞാലിക്കുട്ടിയുടെ തോൽവിയിലാണ് അവസാനിച്ചത്. കുറ്റിപ്പുറത്ത് നിന്ന് അന്നാണ് KT ജലീൽ ഒരു വലിയ തരംഗമായി കയറി വരുന്നത്. പിന്നീട് കുറ്റിപ്പുറം മണ്ഡലം അല്ലിപ്പോൾ വിഭജനത്തിന് ശേഷം അത് മാറി. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഘടകകക്ഷികൾ പോലും ചിലപ്പോൾ ഇടപെടും ഇതിനകത്ത്. കാരണം ഈ പോക്കാണെന്നുണ്ടെങ്കിൽ അത് UDFനെ മൊത്തത്തിൽ ബാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ,
എല്ലാ കാര്യങ്ങളും ഇവിടെ കോൺഗ്രസിനകത്ത് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഹൈക്കമാൻഡിനെ അറിയിക്കുന്ന ജോലിയാണല്ലോ. ഈ നിലമ്പൂരിന് പിന്നാലെ നാം കണ്ടത് ഈ ക്യാപ്റ്റൻ അതോടൊപ്പം തന്നെ മേജർ പോരാട്ടമായിരുന്നു. അതിന്റെ ഒരു തുടർച്ചയാണോ ഇത്? അതിൻ്റെ ഒരു അതെ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അത്തരത്തിൽ എടുക്കാവുന്നതാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞത് ഈ ലീഗ് എല്ലാ കാര്യങ്ങളും ഹൈക്കമാൻഡിനെ അറിയിക്കുന്നതാണ്. അപ്പോൾ ലീഗ് ഇക്കാര്യം അറിയിക്കാതിരിക്കുമോ? അറിയിക്കാന്ന് പറഞ്ഞാൽ അവരുടെ പ്രതിഷേധം അറിയിക്കും. ഇത് കേരളത്തിൽ UDF-ന് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളത് കൊടുക്കും. അങ്ങനെ വരുന്നുടനെ തീർച്ചയായിട്ടും ഇവർ ഇതിനകത്ത് നടപടി ഉടൻ തന്നെ ആവശ്യപ്പെടുകയും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ MLA സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ വലിയ സാധ്യത കാണുന്നില്ല. ചിലപ്പോൾ അത് നീട്ടിക്കൊണ്ടുപോകാനുള്ള രീതിയും ആകാം. കാരണം ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ തിരിച്ചടി കഴിയും തോറും ഈ രാഹുലിനെതിരെ തെളിവുകൾ വരുന്നു, പാർട്ടി ചീഞ്ഞു നാറുകയാണ്. ആണോ? തെളിവുകൾ കൂടുതൽ വരുന്നു, അത് കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു. ഇപ്പോൾ തന്നെ 3-4 ദിവസമായില്ലേ ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ചയും കാര്യങ്ങളുമായിട്ട് പോകുന്നത്. അപ്പോൾ ഈ മുന്നണിയുടെ ഒരു ഭദ്രത നിലനിർത്തുകയും 26-ൽ ഇവർക്ക് അധികാരം വേണം എന്നുള്ളത് ഉണ്ടെങ്കിൽ ഇതിനകത്ത് സത്വര നടപടി കൈക്കൊള്ളുക മാത്രമാണ് ഏക പോംവഴി. ഇല്ലെങ്കിൽ ഘടകകക്ഷികൾ ചിലപ്പോൾ വിട്ടിട്ട് പോകും. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു 2-1 അവർക്കറിയാൻ കഴിയും. ഏത് തരത്തിലാണ് കേരളം തിരിയാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ലീഗിൻ്റെ ബാർഗൈനിങ് ഒന്നും LDF നടക്കില്ല എങ്കിൽ പോലും ഇവർ കളഞ്ഞിട്ട് പോകാൻ തയ്യാറെടുക്കും. മറ്റവർ സ്വീകരിക്കാൻ റെഡിയായിട്ടിരിക്കുകയാണ്. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും 3-ാം വട്ടം അധികാരത്തിൽ വരണമെന്നുള്ള ഒരു താല്പര്യത്തോടു കൂടി നിൽക്കുകയാണ്. ആ പ്രതീക്ഷ അല്പം മങ്ങിയിരിപ്പോയി അവർക്ക്. പക്ഷേ ആ മങ്ങിയിരിക്കുന്ന അവസരത്തിലാണ് ഇപ്പോൾ ഒരു അവസരം വീണ് കിട്ടിയത്. ആ വീണ് കിട്ടിയ അവസരം അവർ മാക്സിമം എന്ത് ചെയ്യും? മുതലെടുക്കുക. അവരുടെ പാർട്ടിക്കുള്ളിലും ഇതേപോലെ പലതരത്തിലുള്ളവരുടെ ലിസ്റ്റുകൾ നിരത്തി വെക്കുന്നു. ചർച്ചയാക്കാൻ വേണ്ടി കോൺഗ്രസ് വലിയ കഷ്ടപ്പെടുന്നുണ്ട്. അത് അവർക്ക് ചർച്ചയാക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട് എൽദോസിന്റെ കാര്യം, വിൻസെന്റ്, അതൊക്കെ പോയില്ലേ? ഞാൻ മറന്നേ പോയി. എൽദോസ് അന്ന് രാജിവെക്കെന്ന് പറഞ്ഞു. ഇപ്പൊ ഇവർ ചോദിക്കുന്നത് മുകേഷ് രാജിവെച്ചില്ല എന്നൊക്കെയാണ് തിരിച്ചു ചോദിക്കുന്നത്. അതല്ല വേണ്ടത്. അതിനകത്ത് ഇവിടെ ഞങ്ങൾ രാജിവെച്ച് ഇവർ രാജിവെച്ച് കാണിച്ചു കൊടുക്കണം. അതാണ്. അപ്പോൾ ജനം അതിനെ വിലയിരുത്തും. മുകേഷ് രാജിവെച്ചില്ല, അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? കൊല്ലം ഇവർക്ക് കിട്ടുമോ? കൊല്ലത്ത് CPM-ന്റെ അടിത്തറ മുഴുവൻ തകർന്നുപോയി. തകർത്തത് ആരാന്ന് ചോദിച്ചാൽ ഈ മുകേഷ് എന്ന് പറയുന്ന ഈ MLA ആണ്. MLA പദവിയിൽ വന്നതിന് ശേഷം 2016-ലും 2021-ലും ഗുരുദാസനെ മാറ്റി നിർത്തിയിട്ടാണ് മുകേഷിന് സീറ്റ് കൊടുക്കുന്നത്. അത് ആലോചിച്ച് നോക്ക്. അപ്പോൾ പാർട്ടി അന്നേ തന്നെ കൊല്ലത്ത് CPM-നകത്ത് ഇതിനകത്ത് വിയോജിപ്പുണ്ടായിരുന്നു. 21-ൽ വന്നപ്പോൾ ഒന്നും കൂടെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അതും പോരാഞ്ഞിട്ടാണ് 24-ൽ കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കൂടെ നിർത്തിയത്. അപ്പോൾ മുകേഷ് എത്രത്തോളം പാർട്ടിക്ക് ദോഷമുണ്ടാക്കി അതിൻ്റെ തിരിച്ചടി അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ മുകേഷ് രാജിവെച്ചില്ല എന്നും പറഞ്ഞ് ഈ രാഹുലിനെ ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യം ഇവർക്കുണ്ടോ? ഇല്ല. അപ്പോൾ ഇവരും അതിനകത്ത് എത്രയും പെട്ടെന്ന് പുറത്താക്കുക തന്നെ. അത് പറയുന്നുണ്ടല്ലോ, ഒന്നുകിൽ പുറത്ത് അല്ലെന്നുണ്ടെങ്കിൽ രാജി. രണ്ടായാലും ഷാഫി പറമ്പിലല്ല ഇന്നലെ വലിയ തുറന്ന പിന്തുണയാണ് നൽകുന്നത്. വേറെ ഏതെങ്കിലും പാർട്ടിക്ക് കഴിയുമോ? മണിക്കൂറുകൾക്കകമാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. ഈ യൂത്ത് കോൺഗ്രസ് അവന്മാരുടെ ആർക്കറിയാം ഇത്? യൂത്ത് കോൺഗ്രസിന്റെ അങ്ങനെ ഒരു, അല്ലെങ്കിൽ തന്നെ കോൺഗ്രസിനകത്ത് എന്തെല്ലാം വിഭാഗങ്ങളുണ്ട് ആർക്കെങ്കിലും ഒക്കെ അറിയാം? വല്ല ജനങ്ങളുമായിട്ട് ബന്ധമുള്ളത് വല്ലതുമാണ്. അതുകൊണ്ടൊന്നും അതിലൊന്നും കാര്യമൊന്നുമില്ല. ആ പദവി രാജിവെച്ചു. അതിനപ്പുറമാണ് ജനപ്രതിനിധിയാണ് ഏറ്റവും പ്രധാനം. അത് രാജിവെച്ച് കാണണം. യൂത്ത് കോൺഗ്രസ് എന്ന് കഴിഞ്ഞാൽ അത് അവരുടെ ഇന്റേണൽ കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ രാജിവെച്ച് പോയാൽ ഇവർക്ക് മുഖം രക്ഷിച്ച് 2026 തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.